കോഴിക്കോട് നഗരത്തിൽ നടപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങളുടെ കുതിപ്പിന് അവസാനമില്ല. എരഞ്ഞിപ്പാലം സിഗ്നലിൽ കഴിഞ്ഞ ദിവസം 73-കാരി പ്രഭാവതി സ്കൂട്ടർ തടഞ്ഞു നിർത്തി അതേയിടത്ത് വീണ്ടും തുടരുകയാണ് നടപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങളുടെ ഓട്ടം. കേരളം ഏറ്റെടുത്ത് ചർച്ച ചെയ്ത ദൃശ്യങ്ങളാണ് വിഷയമാണ്. പ്രഭാവതി അമ്മ സ്കൂട്ടർ തടഞ്ഞ് തിരിച്ചിറക്കിയ അതേ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് സ്ഥിരമായിട്ട് നടക്കുന്നത് അവിടെ. അതാ പോണ് പിടിച്ചോളി അതാ ആൾക്കാർക്ക് നടക്കാനോ കുട്ടികളെയൊക്കെ തെറിപ്പിച്ചിട്ടാ പോണേ. മെഞ്ഞാന്ന് ഇവിടുത്തെ ടൈപ്പിസ്റ്റിന്റെ സാരിയും കൊണ്ട് പോയി നടന്നിടത്തെ 2 ബൈക്കാർ വന്നു കണ്ട നടക്കാൻ കഴിഞ്ഞില്ല. ഒരു കീന്ന് അടിക്കുമ്പോൾ നമ്മൾ മാറി നോക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു വണ്ടി നേരെ ഇങ്ങോട്ട് കയറ്റാൻ നേരം ഒരു പെണ്ണുങ്ങളെ തട്ടാൻ പോയി. അപ്പോൾ ഏട്ടനോട് ചോദിച്ചേട്ടാ ഇത് ഫുട്പാത്ത് അല്ലെങ്കിൽ നോക്കി കയറേണ്ട. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഈ പോയിനോട് അടുത്ത് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പോകുന്ന ഏരിയ അല്ല ഫുട്പാത്താറിന് മൂപ്പരിനെ ഇറങ്ങി തല്ലാനൊക്കെ വന്നു. അന്ന് രസം ഒരു ഇഷ്യൂ ഉണ്ടായി അവിടെ. നടക്കാൻ പറ്റാത്ത സ്ഥിതിയാ. വണ്ടിക്കാർക്ക് ഇത് ഫുട്പാത്ത് അല്ല ബൈപ്പാസാ. അടിച്ച് കയറി വന്നിട്ട് തൊട്ട് ബാക്കിലെത്തിയിട്ടാ ഹോൺ അടിക്കുക. ഇതാണ് സ്റ്റാർട്ടിങ്. ഇവിടുന്ന് കയറി ആ അറ്റത്ത് ആ ബോർഡും കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങുള്ളൂ. നല്ല സ്പീഡിൽ ഫുൾ സ്പീഡിലാണ് പോകുന്നത്. അത് ശരിക്കും നിയന്ത്രിക്കണം. അത് കാൽനടക്കാരൊക്കെ ഉണ്ടല്ലോ ചെറിയ അവകാശങ്ങൾ. കാരണം ഇത്രയും ട്രാഫിക് ഒന്നിച്ച് വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും അവർക്ക് കുറച്ച് സംയമനം പാലിച്ചു കഴിഞ്ഞാൽ പോകാവുന്നേ ഉള്ളൂ. കൃത്യം അരമണിക്കൂർ സമയമാണ് നമ്മളിവിടെ തുടർന്നത്. നടപ്പാത കയ്യേറിപ്പോയ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം 100-ലധികം വരും. യഥാർത്ഥത്തിൽ നടപ്പാത ആർക്കു വേണ്ടിയുള്ളതാണെന്ന ബോധ്യം പോലും ഇല്ലാതെയാണ് പലരും ഭൂരിഭാഗവും ഇരുചക്ര വാഹനവുമായി നിരത്തിലേക്ക് ഇറങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.